ഈ നല്ല നിലങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ പത്രോസ് ഒരു ദർശനം കണ്ടു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്പം മയങ്ങിപ്പോയി. അപ്പോൾ കണ്ട ദർശനം, തുപ്പട്ടി ഇറങ്ങുന്നു, അതിലെല്ലാവിധ ഇഴജാതികളും പറവജാതികളും ഒക്കെ ഉണ്ട്. എഴുന്നേറ്റാർത്ത് തിന്നുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ അശുദ്ധമായത് തൊട്ടിട്ടില്ല. പിന്നെയും പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിച്ചത് നീ അശുദ്ധമെന്ന് ചിന്തിക്കേണ്ട. 3 പ്രാവശ്യം തുപ്പട്ടി ഇറങ്ങി തിരിച്ചുപോയി. അല്പ കഴിഞ്ഞപ്പോൾ 2 പേർ വീട്ടിൽ വന്നു. ആമേൻ. പുറജാതിക്കാരന് സുവിശേഷം പറയുവാനുള്ള അവനും ദൈവത്തിന് വേണമെന്നുള്ള വെളിപ്പാടാണ് തനക്ക് ലഭിച്ചത്. അത് മനസ്സിലാക്കി ആ വീട്ടിലേക്ക് താൻ സുവിശേഷം പറയാൻ പോകുമ്പോൾ, ഹല്ലേലൂയ, കൊർന്നല്യോസിൻ്റെ വീട്ടുകാർ, കൊർന്നല്യോസ് ഇവൻ പോകുമ്പോൾ ഇവൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരുക്കി കാത്തിരുന്നു. അതെ, ആ കാത്തിരുന്നത് കൊണ്ടാണ് പത്രോസ് ക്രൂശിൻ്റെ വചനം അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ അതവരുടെ നല്ല നിലങ്ങളിൽ വീണു. ഉടനെ തന്നെ അത് കിളിർത്ത് ഫലം കായ്ക്കുവാൻ തുടങ്ങി. ആർത്തിയോടെ വചനം അവർ സ്വീകരിക്കുമ്പോൾ തന്നെ ആ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും അന്യഭാഷയിൽ സ്തുതിക്കുവാൻ തുടങ്ങി. അപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? പത്രോസ് ചോദിക്കുന്നു, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഇവർക്ക് സ്നാനം കൊടുക്കാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? ഈ വചനത്തെ സ്വീകരിച്ചു, സ്നാനം സ്വീകരിച്ചു, സന്തോഷമുള്ളവരായി അവർ മടങ്ങി. ഇതാണ് നല്ല നിലം, ഒരുക്കി കാത്തിരിക്കുന്ന നിലം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന ആവലോട് വചനമാകുന്ന വിത്തുക്കൾ വിതയ്ക്കപ്പെടുവാൻ ഒരുക്കപ്പെട്ട ഹൃദയം.